നീ വാടി മോളെ. നിക്ക്. ഈ വീട്ടിനകത്തേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ കുറച്ച് അന്തസ്സുള്ളവർ മാത്രമേ ജീവിക്കാവൂന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. എന്റെ വീട്ടിൽ മയക്കുമരുന്ന് കച്ചവടക്കാർക്കൊന്നും സ്ഥാനമില്ല. ഇറങ്ങി പോരാണ്ട് വരും. അങ്ങനെ പോകാൻ മനസ്സില്ലെങ്കിലോ? പിടിച്ചിറക്കും ഞാൻ രണ്ടെണ്ണത്തിനെയും. നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ചിലർ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം വല്ലാതെ മാറും. അത്തരത്തിലൊരു മാറ്റമാണ് ശ്യാമയുടെ വരവോടെ കണിമംഗലത്തിനുണ്ടായത്. വരുണും രാധികയ്ക്കും ഇനി ഒരിക്കലും പിരിയേണ്ടി വരില്ല. വരുണേ, രാധികേ, കേക്ക് കട്ട് ചെയ്യ. ഉർവശി, നിന്റെ കേക്കല്ലേടി, നീ ഇതിന്റെ അടുത്ത് വന്ന് നിക്ക്. മക്കളെ, കേക്ക് മുറിക്കാം. വരുണേ, യഥാർത്ഥത്തിൽ കൽപ്പനയ്ക്ക് ഉർവശിക്കുവാണ് കേക്ക് കൊടുക്കേണ്ടത്. രാധിക വന്ന നിമിഷം മുതൽ അവളെ ഇവിടുന്ന് മാറ്റാൻ ഇവര് ചെയ്ത നീക്കങ്ങളാണ് നിങ്ങൾക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ ബാക്കിയുള്ളവർക്ക് കാരണമായത്. അപ്പൊ അവര് കഴിക്കട്ടെ, കൊടുക്ക. അയ്യോ, കഴിക്ക്. കഴിക്കുന്നു. കഴിക്ക് കൽപ്പനെ. അനിയനും അനിയത്തിക്കും വന്ന നേട്ടത്തില് ഏട്ടത്തിയല്ലേ ശരിക്കും സന്തോഷിക്കേണ്ടത്. കഴിക്കാൻ പറഞ്ഞില്ലേ? പരമേശ്വരൻ സാർ, ഇത്രയും കാലം എന്റെ മോൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയതിന്റെ പേരില് ഏങ്ങലടിച്ച് കരഞ്ഞിരുന്ന ഒരമ്മയാ ഞാൻ. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ മോൾക്ക് വേണ്ടിയും അവളുടെ ഭർത്താവിന് വേണ്ടിയും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. എനിക്കതിൽ സന്തോഷമുണ്ട്. ഭഗവാൻ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും. കോടികൾ, കോടികൾ, കോടികൾ. ഒന്നുമില്ലാതെ പോയവരെ ദേ കോടീശ്വരികളായി തിരിച്ചെത്തിയിരിക്കുന്നു. കോടികൾ. ആരാത്? അറിയില്ല, എന്തോ കോടികൾ കോടികൾ എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ലോട്ടറി കച്ചവടക്കാർ വല്ലതായിരിക്കോ? അവരിപ്പോ വീട്ടിലും കയറി വിൽപ്പന തുടങ്ങിയോ? വാ നോക്കാം.
കോടികൾ കോടികൾ കിട്ടി, കോടികൾ. കോടികൾ 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 കോടികൾ. ആ കോടികൾ. ജയിലിൽ നിന്ന് ഇറങ്ങിയോ രണ്ടുപേരും? എന്തിനപ്പ ഈ നേരം ഇങ്ങോട്ട് വന്നത്? ലഹരിക്കടത്തുകാര് പുതിയ താവളം ഒപ്പിച്ചു തന്നില്ലേ? അമ്മ ഈ ആളുകളുടെ മുമ്പിൽ കൂടെയാണ് ഇങ്ങോട്ട് വന്നത്. അവരൊന്നും അമ്മയെ കണ്ടിട്ടൊന്നും പറഞ്ഞില്ലേ? ദേവേട്ടന്റെ അമ്മ എന്ന് പറയുമ്പോ അവരൊക്കെ കൈകൂപ്പി വണങ്ങിയിരുന്നതാ. ആ അമ്മയാ മയക്കുമരുന്ന് കേസില് ശിക്ഷയും കഴിഞ്ഞ് വന്നിരിക്കുന്നത്. തല നരച്ചപ്പോ ബുദ്ധിയും വെളിവും ഇല്ലാതായി. അതുകൊണ്ടാ എന്റെ മോളെ കൂടി ഇത്തരത്തിൽ ചീത്തയാക്കിയത്. പക്ഷേ കോടികൾ കോടികളാണല്ലോ ദേവാ. ഞങ്ങള് രണ്ടുപേരും തിരിച്ചു വന്നിരിക്കുന്നതേ കോടീശ്വരികളായിട്ടാ. ദാ നോക്ക്, 25 കോടിയുടെ ചെക്ക. ഈ തുകയുടെ കാര്യത്തിൽ എനിക്ക് അത്ര വലിയ അത്ഭുതമൊന്നുമില്ല. ഇതുപോലുള്ള അധപ്പതിച്ച കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നവർക്ക് ഇതല്ല, ഇതിൽ കൂടുതൽ കിട്ടുമായിരിക്കും. പക്ഷെ അതൊന്നും സത്യസന്ധമായ പണമല്ല. ഇനി ഇത് തിരിമറി നടത്താൻ പോലീസുകാര് വരുമേ? ഇവിടെ ഉള്ളവരെ ചോദ്യം ചെയ്യൂ. ഞങ്ങള് കോടീശ്വരികളാടി. ഇനി ഞങ്ങളെ ചോദ്യം ചെയ്യാനേ ഒരു പോലീസുകാർക്കും ധൈര്യം ഉണ്ടാവില്ല. അവർക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മുത്തശ്ശി. ഈ ചെക്ക് കണ്ടാലേ അതിന്റെ പൂജ എണ്ണി തിട്ടപ്പെടുത്താൻ പോലും രണ്ടുപേർക്കും ആവില്ല. അതേ മോളെ, ദക്ഷിണയായിട്ട് 100-100 കിട്ടുന്നതേ അച്ഛൻ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തുള്ള പണം കണ്ട അച്ഛന് ചിലപ്പോ തല കറങ്ങും. പ്രത്യേകിച്ച് അത് നേരായ വഴിക്ക് നേടുന്നതല്ലെങ്കിൽ. എടാ, ഈ പണം ഞങ്ങള് നേരായ വഴിക്ക് തന്നെ നേടിയതാ. നീ വാടി മോളെ. നിക്ക്, ഈ വീട്ടിനകത്തേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ കുറച്ച് അന്തസ്സുള്ളവർ മാത്രമേ ജീവിക്കാവൂന്ന് ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. എന്റെ വീട്ടിൽ മയക്കുമരുന്ന് കച്ചവടക്കാർക്കൊന്നും സ്ഥാനമില്ല. ഇറങ്ങി പോരാണ്ട് വരും. അങ്ങനെ പോകാൻ മനസ്സില്ലെങ്കിലോ? പിടിച്ചിറക്കും ഞാൻ രണ്ടെണ്ണത്തിന്. ഓ, അമ്മ എന്ന ഔദാര്യം നീ കാണിക്കില്ല. എന്നാ പിന്നെ അതെനിക്കൊന്ന് കാണണം. അമ്മ വെറുതെ ബഹളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അമ്മ ചെയ്തതിനൊക്കെ അമ്മയ്ക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുക. രാധികയുടെ കാര്യം അറിഞ്ഞല്ലോ. ഇത്രയും കാലം അമ്മ ആക്ഷേപിച്ചവള് യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിഞ്ഞില്ലേ? ഓ, അതിന്റെ അഹങ്കാരമാണോ ഭാര്യയും ഭർത്താവും കാണിക്കുന്നത്? അയ്യോ, എനിക്കത് മനസ്സിലായില്ലായിരുന്നു. നാടറിയുന്ന ഗായികയുടെ മകളാണ് അവളെന്ന് അറിഞ്ഞപ്പോ രണ്ടുപേർക്കും സന്തോഷമായി കാണും അല്ലേ? ദേ, ആ ധൈര്യത്തിലേ പ്രിയങ്കയോടും സുകുമാരിയോടും അഹങ്കരിച്ചാലും കുഴപ്പമില്ലെന്ന് തോന്നിക്കാണും അല്ലേ? പക്ഷേ സുകുമാരിയും പ്രിയങ്കയും ഇവിടെ തന്നെ താമസിക്കും.